ചരിത്രത്തിൽ ആദ്യമായി കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം പൂർത്തിയായി. നവംബർ മാസത്തെ 2000 രൂപ പെൻഷൻ അടക്കം 3600 രൂപയാണ് പാവപ്പെട്ടവരുടെ കൈകളിലെത്തിയത്. കുട്ടനാട്ടിലെ തുരുത്തുകളിൽ പോലും പെൻഷനുമായി സർക്കാർ ജീവനക്കാർ എത്തി വിതരണം പൂർത്തിയാക്കി. ഈ മാസത്തെ 2000, കഴിഞ്ഞ മാസത്തെ 1600, നേരെ 3600. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ് സർക്കാർ നൽകിയ പെൻഷൻ ഏറ്റുവാങ്ങിയത്. പൈസ ഇല്ലാതെല്ലാം കടവും വിലയും മേടിച്ചൊക്കെ മേടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ബാക്കി മരുന്ന് മേടിക്കുക, ബാക്കി വല്ലതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നടത്തുക. മരുന്നിന് 5000 രൂപ വേണം, മരുന്നിന് മാസം 2 പേരും കൂടെ. സർക്കാർ നൽകുന്ന പെൻഷൻ വളരെ അനുഗ്രഹമായാണ് സാധാരണക്കാരായ കുട്ടനാട്ടിലെ ജനങ്ങൾ കാണുന്നത്. നമുക്കിതൊക്കെയുള്ള വേല മൂല്യം വില കാലിന് മുട്ടുവേദനയൊക്കെ ഒരു ഒന്നിനും പറ്റത്തില്ല. തൊഴിലുറപ്പിന് പോലും ചാലിലൊന്നും പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഇതൊക്കെ തന്നെ ആശ്രയം. പകുതി മുക്കാലും മരുന്നിനും ബാക്കിയൊക്കെ കാര്യത്തിലായിട്ടൊക്കെ പോവുക. പണിതുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം വയ്യാതായത് 3-4 കൊല്ലമായി വല്ലാതായിട്ട്. ഇത് കിട്ടുന്നതുകൊണ്ടൊക്കെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഓടുന്നു. സംസാരം മേടിച്ചു അമ്മ മേടിച്ചാൽ മതി. എത്ര ഉണ്ടെന്ന് അറിയാമോ പെൻഷൻ ഇപ്രാവശ്യം? 3600. അത് അച്ഛനെ കൊടുക്കത്തുള്ളൂ. അച്ഛടെ കൊടുക്കത്തുള്ളൂ. അച്ഛനെ കൊടുക്കത്തുള്ളൂ. അമ്മയുടെ കൊടുക്കത്തില്ല. അല്ല, അമ്മയുടെ അച്ഛനെ ചിലവാക്കുന്ന സന്തോഷം എന്ന് പറയണേ. സന്തോഷം. ഉണ്ടൊക്കെ ഒത്തിരി മരുന്നുണ്ട് സാറേ. ഒരു ദിവസം 6 ഗുളിക കഴിക്കണം. 1600 രൂപ ആയിരുന്ന സ്ഥാനത്ത് ഇന്നത് 2000 രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കുടിശ്ശിക അടക്കം 3600 രൂപയാണ് വിവിധ ഇനങ്ങളിലുള്ള പെൻഷനായി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.